ഹലോ, ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഈ കോഴികളെന്താ ഇങ്ങനെ ആക്രാന്തം പിടിച്ച് തിന്നണമെന്നല്ലേ? ഇത് ഞാൻ കോഴികൾക്കിന്ന് പച്ചക്കറി കൊടുത്തതാണ് കേട്ടോ. ഇന്ന് ഞാൻ മാർക്കറ്റിൽ പോയപ്പോഴേ ഞാൻ പച്ചക്കറി മേടിക്കുന്ന കടയിൽ ഇന്ന് ഞാൻ പച്ചക്കറി എടുത്ത് കൊടുത്തതാണ് കേട്ടോ. പച്ചക്കറിയുടെ വേസ്റ്റ് ഇതിൽ കാബേജും 2 തരം കാബേജ്, പിന്നെ നമ്മുടെ പപ്പായയുടെ തോല്, പഴുത്ത പപ്പായ ഉണ്ടായിരുന്നു അതിൻ്റെ തൊലി, പിന്നെ കുറച്ച് തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ആദ്യം ഇട്ട് കൊടുത്ത്. പിന്നെയാണ് എനിക്ക് വീഡിയോ എടുക്കേണ്ട ഓർമ്മ. ഇതിലൊരു 2-3 കിലോ തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ ഞാൻ അത് ആദ്യം കോഴികൾക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഇത് നന്നായിട്ട് കഴുകിയതിൻ്റെ ശേഷം പിന്നെ ഞാൻ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ എന്നാൽ നിങ്ങൾക്കൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാമല്ലോ എന്ന്. അപ്പോഴത്തേനും ഞാൻ ഫുള്ള് കട്ട് ചെയ്തിട്ട് കഴുകിയിട്ട് ഇങ്ങനെ വെള്ളം വാരാൻ വേണ്ടി വെച്ചതാട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഫോൺ എടുത്തിട്ട് എന്നാൽ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കോഴികളുടെ തീറ്റ ചിലവ് കുറക്കാനെന്ന് പച്ചക്കറി വേസ്റ്റാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നത്, ഈ വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടോ? ഇതാണോ നാടൻ കോഴി, എന്നിട്ടൊരു ചിരിക്കുന്ന കരയുന്ന സ്മൈലും മൊത്തം ക്രോസാണ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. അത് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടാണ് ഒരാൾ കമൻറ്റ് ചെയ്തതാണ്. അതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല കമൻറ്റ് ചെയ്തതിലൊന്നും. പക്ഷേ സത്യത്തിൽ പ്യുവർ നാടൻ കോഴി ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടോ? അതൊന്നും കൂടി നിങ്ങൾ എന്നോടൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ എൻ്റെ അടുത്തുള്ളത് നാടൻ കോഴികളാണ്. അതിൽ ക്രോസ് എന്ന് പറയാൻ കാരണം ഞാൻ ഗ്രാമശ്രീ കോഴികളെ നമ്മൾ ഫാമിൽ നിന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ കോഴികൾ മാത്രമേ ഉള്ളൂ. ഇവരെ കാണുന്നത് കണ്ടോ? ഇവരെ ഒരു 8-10 ഗ്രാമശ്രീ കോഴികളുണ്ട്. അവർ മാത്രമേ ഉള്ളൂ. അവരെ പൂവനെ ഞാൻ മാറ്റ് ചെയ്യാൻ ആവണ സമയമാകുമ്പോഴത്തേനും ഇങ്ങനെ കൊടുത്ത് ഒഴിവാക്കി. ഇനിയിപ്പോൾ അതിൽ 2 പൂവുണ്ട്. അവർ മാറ്റിങ് തുടങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അവർ മാത്രമേ ഉള്ളൂ ഇതിൽ ഗ്രാമശ്രീ കോഴികൾ. ഞാൻ ഇവിടെ ഇപ്പോൾ ഈ ഏപ്രിൽ ഗ്രാമശ്രീ കോഴികളെ ഫാമിൽ നിന്ന് ഇറക്കിയ കോഴികളല്ലാതെ ഇവിടെ വേറെ ഒരു കോഴിയും നാടൻ കോഴി അല്ലാത്തതില്ല. നാടൻ കോഴിയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അടയിരിക്കുന്ന കോഴികൾ. പ്യുവർ നാടനാണോ അതോ ഇതെന്താണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അടുത്തുള്ള കോഴികൾ അടയിരിക്കുന്ന കോഴികളാണ്. അതിനെയാണ് ഞാൻ നാടൻ കോഴി എന്ന് പറയണത്. നിങ്ങൾ നാടൻ കോഴി എന്ന് പറയണത് എന്ത് കോഴീനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പ്യുവർ നാടന് എന്തായാലും ഇപ്പോൾ എവിടെയും കിട്ടാണ്ടാവില്ല. നാടൻ കോഴി ഉദ്ദേശിക്കുന്നത് അടയിരിക്കുന്ന കോഴികളൊക്കെയാണ് ഞാൻ നാടൻ കോഴി എന്ന് പറയണത്. എൻ്റെ കോഴികൾ ഇവിടെയുള്ള കോഴികളൊക്കെ അടയിരിക്കുന്ന കോഴികളാണ് കേട്ടോ. പിന്നെ ഇതിൽ ക്രോസ് വീഴുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളെ നാടൻ കോഴികളെ ഗ്രാമശ്രീ പൂവന്മാർ മാറ്റ് ചെയ്താൽ അതിലുണ്ടാവുന്ന കുഞ്ഞുങ്ങളാണ്, ആ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന കുഞ്ഞുങ്ങളാണ് ക്രോസ് വരിക. അതിന് ഇവിടെ ഒരു കാരണവശാലും നാടൻ പൂവനല്ലാതെ ഒരു പൂവനുമില്ല. ഇതിൽ പൂവനുണ്ട്, 5-8 പൂവന്മാരുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കൊടുത്തു. ഗ്രാമശ്രീയുടെ പൂവന്മാരെ ഞാൻ കൊടുത്തു. ഇനി ഇതിൽ 2 പൂവന്മാരുണ്ട്. അവർ മാറ്റിങ് തുടങ്ങാത്ത പൂവന്മാരാണ്. അവരെയും ഇപ്പോൾ ഞാൻ കൊടുക്കും. കാരണം കൊടുത്ത് കഴിയാനായി. പിന്നെ ഈ നാടൻ കോഴികളെയും ഗ്രാമശ്രീ കോഴികളെയും മാറ്റ് ചെയ്യുന്നത് നമ്മളുടെ നാടൻ പൂവന്മാരാണ്. പിന്നെ ഇവർ ഇട്ടിരിക്കുന്നത് കുട്ടികളെ വേറെ ഇടും. പിന്നെ മുടകിടുന്ന കോഴികളും ഈ ഗ്രാമശ്രീ കോഴികളും ഒന്നിച്ചിട്ടാണ്. പിന്നെ ക്രോസ് വരണമെങ്കിൽ നമ്മളെ ഈ നാടൻ ഗ്രാമശ്രീ കോഴികളുടെ മുട്ട വിരിഞ്ഞിട്ട് ആ കോഴികളെ നമ്മൾ നാടൻ കോഴി എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴാണ് അത് ക്രോസ് ആവുക. ഞാൻ ഗ്രാമശ്രീ കോഴികളുടെ മുട്ട വിരിയിപ്പിക്കാറില്ല. പക്ഷേ എനിക്ക് കുറച്ച് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഗ്രാമശ്രീ കോഴിയുടെ കുട്ടീനെ വിരിയിച്ചിട്ട് ഞങ്ങൾക്ക് തരണം, ഞങ്ങൾക്ക് നാടൻ കോഴി വേണ്ട, ഞങ്ങൾക്ക് മുട്ടക്ക് വളർത്താൻ വേണ്ടിയിട്ട് ആ കോഴികളെ വേണമെന്ന് പറഞ്ഞിട്ട് എന്നോട് 2 ആൾ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് വേണമെങ്കിൽ വിരിയിച്ച് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാനൊരിക്കലും ഈ നാടൻ കോഴികളെ ക്രോസ് കോഴികളെ കൊടുത്തിട്ട് നാടൻ കോഴികളാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ല. കാരണം നുണ പറഞ്ഞാൽ എൻ്റെ കോഴികളെ നിങ്ങൾക്ക് ഇതിലെല്ലാവർക്കും കാണാൻ പറ്റും. ഇതിൽ ക്രോസ് എന്ന് പറയുന്ന ഒരു കോഴി, ക്രോസും അല്ല, പ്യുവർ ഗ്രാമശ്രീ കോഴിയാണ് ഇതിലുള്ളത്. അതും ആദവനാട് ഫാമിൽ നിന്ന് വാങ്ങിയ പ്യുവറായിട്ടുള്ള ഗ്രാമലക്ഷ്മി ഗ്രാമശ്രീ കോഴി മാത്രമാണ് ഇതിലുള്ളൂ. അതിൻ്റെ പൂവന്മാർ ഇതിൽ മാറ്റ് ചെയ്യാനില്ല. ഇതിൽ മാറ്റ് ചെയ്യാനുള്ളതൊക്കെ നമ്മളുടെ നാടൻ പൂവന്മാരാണ്. പിന്നെ നുണ പറഞ്ഞിട്ട് നമുക്ക് ആരും പറ്റിക്കേണ്ട കാര്യമില്ല. നമ്മൾ പിന്നെ ഞാൻ കോഴികളെ കാണിക്കാതെയല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്.
കോഴികളെ നിങ്ങളെ മുന്നിൽ കാണിച്ചു കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ള കുട്ടികളൊക്കെ പ്യുവർ നാടൻ കോഴികളാണ്. നാടൻ കോഴികളെ നമുക്ക് കണ്ടാൽ തന്നെ അറിയും. അധികം വെയിറ്റ് ഉണ്ടാവില്ല. പിന്നെ ഗ്രാമശ്രീ കോഴികളെ പോലെ നല്ല തൂക്കമൊന്നും ഉണ്ടാവാത്ത പ്യുവർ നാടൻ കോഴികൾ തന്നെയാണ്. പിന്നെ ഇതും ഞാൻ പറഞ്ഞുതരാം. നാടൻ കോഴികൾ എന്ന് ഞാൻ എൻ്റെ ഫാമിലുള്ള നാടൻ കോഴികൾ പിന്നെ അടയിരിക്കുന്ന കോഴികളാണ്. അതാണ് ഞാൻ നാടൻ കോഴി എന്ന് പറയണത്. അല്ലാതെ പണ്ടത്തെ കാലത്തെ പ്യുവർ നാടൻ കോഴിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അന്നുള്ള നാടൻ കോഴികൾ എനിക്കറിയില്ല. എൻ്റെ അടുത്ത് 60-ആം കോഴിയുണ്ട്, 90-ആം കോഴിയുണ്ട്. 60-ആം കോഴി ഉണ്ട് എന്ന് പറയാൻ കാരണം ഞാനിപ്പോൾ അട വെച്ചിട്ട് കോഴികളെ 1 മാസം കഴിഞ്ഞ കോഴീനെ ഞാൻ മാറ്റി ഇടുമല്ലോ. നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെയും കോഴീനെയും 1 മാസം കഴിഞ്ഞാൽ ഞാൻ മാറ്റും. അട വെച്ച കോഴി 1 മാസം കഴിഞ്ഞാൽ ഞാൻ മാറ്റുമ്പോൾ ആ കോഴി ഇപ്പോൾ 1 മാസം അടയിരുന്നു. 2-ാമത്തെ മാസം 21 ദിവസം അടയിരുന്നിട്ട് 1 മാസം കോഴിക്കുഞ്ഞിൻ്റെ ഒപ്പം ഇരുന്ന് ഇപ്പം ആ കോഴി 2 ആഴ്ച ആയപ്പോൾ മുട്ടയിടാൻ തുടങ്ങി. അത് 60-ആം കോഴിയാണ്. പിന്നുള്ളത് 3 ദിവസമുള്ള 3 മാസമുള്ള 90-ആം കോഴി. ഇങ്ങനെ 2 കോഴികൾ എൻ്റെ കയ്യിലുണ്ട്. 60-ആം കോഴി, 90-ആം കോഴി, അങ്ങനത്തെ കോഴികളൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതൊക്കെയെന്ന് വെച്ചാൽ ഇതൊക്കെ 2 കോഴിയിൽ നിന്ന് വാങ്ങിയിട്ട് ആ കോഴികളെ മുട്ട വെച്ചിട്ടും പിന്നെ നാടൻ കോഴിയുള്ള വീട്ടിൽ നിന്ന് കോഴിമുട്ട മേടിച്ചിട്ടൊക്കെയാണ് ഞാൻ കോഴികളെ ഇത്രയും രൂപത്തിലാക്കിയിട്ടുള്ളത്. ഇൻബ്രീഡിങ് വരണ്ടെന്ന് വിചാരിച്ചിട്ട്. കാരണം നമ്മളെ കോഴിനെ തന്നെ നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ അവിടെ ഇൻബ്രീഡിങ് വരും. അതുകൊണ്ട് ഞാൻ നാടൻ കോഴികളുള്ള വീട്ടിൽ നിന്ന് നാടൻ കോഴികളെ മുട്ട മേടിച്ചിട്ട് വിരിയിച്ചിട്ടും ഒക്കെയാണ് ഞാൻ ഇൻബ്രീഡിങ് ഒഴിവാക്കാറുള്ളത്. അല്ലാതെ ഇതിൽ ക്രോസായിട്ട് എൻ്റെ അറിവിൽ ക്രോസ് കോഴികൾ ഇതിലില്ല. അത് ഗ്രാമശ്രീ കോഴിയാണ്. പക്ഷേ ഗ്രാമശ്രീ കോഴി നാടൻ കോഴികളെ മാറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എൻ്റെ അറിവിൽ ഇതിൽ ക്രോസ് ഇല്ല. ഇനി നിങ്ങൾ എന്താണ് പ്യുവർ നാടൻ എന്ന് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ അറിവുള്ളവർക്ക് പറയാം. പിന്നെ നമ്മൾ പ്യുവർ നാടനായിട്ട് പഴയ കാലത്തുള്ള കോഴികൾ ഒരിക്കലും ഇപ്പം ഇല്ല. ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ നാടൻ കോഴികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയും ഏതാണ് നാടൻ കോഴി ഏതാണ് നാടൻ കോഴി അല്ലാത്തതെന്ന്. പിന്നെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ കയ്യിൽ നിന്ന് കോഴീനെ വാങ്ങിയാൽ മതി. ഞാനൊരിക്കലും എൻ്റെ യൂട്യൂബേഴ്സ് എൻ്റെ കയ്യിൽ നിന്ന് കോഴീനെ വാങ്ങണമെന്ന് ഞാനൊരിക്കലും പറയില്ല. പിന്നെ കൊണ്ടുപോയവർക്കാർക്കും ഒരു പ്രശ്നങ്ങളും ഇതുവരെ വന്നിട്ടില്ല. ഞാൻ അവർക്ക് വിളിച്ച് ചോദിക്കാറുണ്ട്. അവർക്കൊന്നും ഒരു പ്രശ്നങ്ങളും ഇതുവരെ എൻ്റെ വീട്ടിൽ നിന്ന് കോഴീനെ കൊണ്ടുപോയിട്ട് വന്നിട്ടില്ല. നല്ല കൊണ്ടുപോയവരൊക്കെ അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിച്ചിട്ട് എന്നോട് റിപ്ലൈ തരുന്ന ആളുകളാണ്. ഞാൻ അങ്ങോട്ടും ചോദിക്കാറുണ്ട്. പിന്നെ ഞാനെന്ന് വെച്ചാൽ ഇതൊരു വരുമാന മാർഗ്ഗമായിട്ട് കണ്ടെത്തുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ കോഴിയായിട്ട് ഞാൻ വിൽക്കുന്നുണ്ട്, മുട്ട വിൽക്കുന്നുണ്ട്, അതേപോലെ കോഴിക്കുഞ്ഞുങ്ങളെ പൂവന വിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാനൊരു വരുമാനം കണ്ടെത്തുന്നതാണ്. അത് ഇതിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും എനിക്ക് കിട്ടുന്ന അറിവുകളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അതിലൂടെ ഞാൻ നിങ്ങൾക്ക് എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരികയാണ്. അല്ലാതെ ഞാൻ ഇതിൽ വലിയ എക്സ്പേർട്ടായിട്ടോ അല്ലെങ്കിൽ ഇതിൽ വലിയ അറിവുള്ള ആളൊന്നുമല്ല ഞാൻ. എന്നാലും ഞാൻ ഈ മൃഗസംരക്ഷണ വകുപ്പിൽ വർക്ക് ചെയ്യണതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി കുറച്ചെങ്കിലും ഞാൻ പഠിച്ചതുകൊണ്ട് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നേ ഉള്ളൂ. ഒരിക്കലും ഞാനിതിനെ വലിയ ഡോക്ടർമാരെ പോലത്തെ ഒരാളല്ല. പിന്നെ ഇതിൽ പ്യുവർ പിന്നെ എൻ്റെ ഈ കോഴികളിൽ ക്രോസിങ് ഇല്ല. അതെനിക്ക് 100% ഉറപ്പാണ്. പിന്നെ ഒരാൾ പറഞ്ഞു അവിയൽ രൂപത്തിൽ ഇതെല്ലാതും കൂടി കൂട്ടിക്കുഴച്ചിട്ടാണെന്ന് പറഞ്ഞു. പൊന്നു മക്കളെ, സ്ഥലമില്ലാത്തവർ പിന്നെ എന്ത് ചെയ്യും? സെപ്പറേറ്റ് കൂടും ഷെഡും ഉണ്ടാക്കാൻ നമ്മളടുത്ത് സ്ഥലമില്ലല്ലോ. നമ്മളുള്ള സ്ഥലത്ത് നമ്മൾ കോഴികളെ വളർത്തില്ലേ? ഇതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് നമ്മൾ വളർത്തുന്നതല്ലേ. നമുക്ക് പിന്നെ ഗ്രാമശ്രീ കോഴികളെ വേറെ ഷെഡിട്ട് വളർത്താനോ നാടൻ കോഴികളെ വേറെ ഷെഡിട്ട് വളർത്താനൊന്നും നമുക്ക് സ്ഥലമില്ല. അപ്പം നമ്മളെന്താണ് ചെയ്യണത്? നമ്മളുള്ള സ്ഥലത്താണ് നമ്മൾ വളർത്തുന്നത്. അതിൽ ഗ്രാമശ്രീ കോഴി പിടക്കോഴികൾ അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കണതിന് എന്താ കുഴപ്പം? ഞാനതിലൊന്നും ഒരു കുഴപ്പമൊന്നും കണ്ടില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചാൽ മതി. ഞാൻ 100% സത്യസന്ധമായിട്ടാണ് ഞാൻ സെയിൽ നടത്തുന്നതും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്. പടച്ചോനക്ക് നിരക്കാത്തൊരു കാര്യം ഞാൻ ചെയ്യുന്നില്ല. എന്നാൽ ഞാൻ വേറൊരു വീഡിയോ ഇട്ട് വരെ. താങ്ക് യു.